ഹലോ, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ കഴുകി റെഡിയാക്കി വെച്ചിരിക്കുന്ന ഡാഡി ഇനി പോവാനുള്ള പരിപാടിയാണ്. ഇപ്പോൾ പോരുന്നില്ല എന്ന് പറഞ്ഞത്. നിങ്ങളെന്താ ഇപ്പോൾ പോരാത്തത്? പറയും ഇന്നലെ രാത്രി പോരാന്ന് പറഞ്ഞു. നിങ്ങളെന്താ പോരാത്തത്? എന്താ പോയി വല്ലതും വെച്ചെടുക്കാൻ പോയിരുന്നു. നിങ്ങൾ വെച്ച് കൊണ്ടുവരാൻ വേണ്ടി പോണ വഴിയാണ്. ഇപ്പൊക്കെ നാർന്ന് പോരായിട്ട് ഇപ്പൊ പോരുന്നില്ല. ഇപ്പൊ ഒറ്റപ്പാലം പോവാണ്. അപ്പൊ ഗായ്സ് നമ്മൾ തെരഞ്ഞിരുന്ന ആൾക്കാര് അവിടേക്ക് കയറ്റിയിടാന് മേലേക്ക് നിങ്ങള് യെസ്. അപ്പോൾ ഗായ്സ് ഇവർ എത്രയും നേരമായിട്ട് കാത്തിക്കുന്നത്. നമ്മൾ പ്രത്യേകത എന്താ വെച്ചാൽ നമ്മൾ ബ്രസൻ്റ് വണ്ടി നമ്മൾ ഫോർച്യൂണറിൻ്റെ നമ്പറും സെയിമാണ്. ഇതാ അങ്ങോട്ട് കയറും. പോര് ആ മതി. കണ്ടില്ലേ, നമ്മൾ രണ്ട് വണ്ടീൻ്റെ നമ്പർ സെയിമാണ്. പോന്നോ ബാബുണ്ട്. നമ്മള് കണ്ട പോണോ ബാബു? എവിടുക്ക പോണു ചട്ട? അതെ ഗ്ലാമർ. എവിടുക്ക പോണ എന്നെ പ്രൊഫഷണൽ വ്ളോഗ്. എവിടുക്ക പോണം? പോ. കാട് പാൻ്റെ മേടിച്ചു. പോരും. ബാക്കിലാരും വരുന്നു. പോവല്ലേ? തീരുമാനമായില്ലേ? അവിടെ ഇപ്പൊ പറഞ്ഞേ ഞാൻ നിങ്ങളീ പോയി തരാനൊന്നുമില്ല. ഞാൻ നിക്കാണെങ്കിലുള്ളൂ. നിക്കാനൊന്നല്ല. അല്ല ഗായ്സ്, ഇപ്പൊ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കാണ്. എവിടക്കപ്പാ? പിന്നെ അല്ല നിങ്ങളെന്താ പോരുന്നില്ല എന്ന് പറഞ്ഞിട്ട് എന്തേ പോണു? ഞാൻ വയനാട്ടിലായതുകൊണ്ട് ഇപ്പൊ നമ്മളങ്ങോട്ട് പോണപ്പോ പറമ്പിക്കുളം, വാൾപ്പാറ, ആതിരപ്പള്ളി, അങ്ങനെ തിരിച്ച് ചാരക്കുടി പോയി തിരിച്ചു പോയി. ഇന്നലെ വരുന്നുണ്ടോ? ഒന്നില്ല. നിങ്ങളെ ഡ്രസ്സോ? ഡ്രസ്സൊക്കെ അവിടെ കടകളില്ല, കടയിൽ നിർത്തില്ല. ഇപ്പൊ പൈസ ഒരു വിഷയമേ അല്ലാന്നാ പറയുന്നത്. ഇപ്പൊ ടൂറാണെങ്കിൽ ഒരു ദിവസത്തിനൊന്നുമില്ല, 2 ദിവസത്തിനാണെങ്കിലുള്ളൂ ഞാൻ ടൂറ് പോരുള്ളൂ. ഏതാപ്പാ ഡിമാൻഡ് ഒക്കെ? സാധനം എടുത്ത് പോരാണെങ്കിൽ പറഞ്ഞു പാടി എന്തെങ്കിലുമൊക്കെ പറയും. ഞാൻ ഇപ്പൊ എന്താ പറഞ്ഞു, ഞാൻ ഇതിപ്പോ എത്ര കാലത്തിന്റെ പിന്നെ സാമ്പത്തിക ബഡ്ജറ്റ് അതിന് ചിന്തിച്ചിരിക്കുക. മമ്മ എങ്ങനെയുണ്ട്? ഇമ്മമ്മക്ക് സങ്കടം പറഞ്ഞൂടയിലെ 2 ദിവസത്തിനാണെങ്കിൽ തുണിയാള് കൊണ്ടുവരാല്. മമ്മക്ക് മാക്സി ഇല്ല, ഒന്നുമില്ല. അതാണ് മമ്മക്ക് സങ്കടം. പറയും മമ്മ. ആദ്യം തന്നെ പറഞ്ഞത് ഇതാണ്, അവിടെ പോയി വെച്ചെടുത്ത് വരാനാണെങ്കിൽ അല്ലാന്ന്, വെച്ചെടുത്ത് വരാണെങ്കിൽ അല്ലാന്ന് ആദ്യം തന്നെ രാത്രി. അപ്പൊ വെച്ചതെടുക്കാനല്ല പോണത്. വയനാടിലുള്ള പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക്
സ്ഥലം കാണാനാണ്. അതായത് എല്ലാതും ദൂരെ ദൂരാണ്. അതായത് ഒരു വന്നതിന് ശേഷം മറ്റു ദ്വീപത്തിന് ഒരു 1-2 മണിക്കൂർ റൺ ചെയ്യണം. അതാണ് വയനാടിന്റെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. പക്ഷെ വയനാട്ടിക്ക് എത്ര വട്ടം പോയിക്കണേ? ഈ പ്രാവശ്യം വന്നില്ലേ? ഈ പ്രാവശ്യം വന്നിട്ട് എത്ര വട്ടം നാടുകാണി ചുരം കയറി, അത് ഗുണ്ടൽപേട്ട് ഇതിലെങ്ങനെ കറങ്ങാൻ പോയി? 4 ഇല്ലാതെ 18 വട്ടം ഓരോ ദിവസം. ഞാൻ ഇല്ലാതെ 18 ഞാനാ ചർച്ച. പേര് മാറ്റാണ് ഗുണ്ടൽപേട്ട് യാസർ. അതെ, അത് എത്ര വട്ടം അല്ല നമ്മള് ഇപ്പൊ നമ്മള് തന്നെ എത്ര വട്ടം ഫാമിലി ആനനെ കാണാൻ പോയതാണ് ഞാനും പെണ്ണൊക്കെ. പക്ഷെ ആനനെ കണ്ടില്ല. കരടിനെ കണ്ടു, അതിനെ കണ്ടു, കാട്ടിനെ കണ്ടു, കരടിനെ കണ്ടു. പട്ടണിക്ക പോണത് കരടിനെയും കണ്ടു, കാട്ടിനെയും കണ്ടു. പറമ്പിക്കുളത്തുനിന്നൊക്കെ കാണാം. ആ ഞങ്ങള് പോയിക്കണേ. പറമ്പിക്കുളത്ത് കഴിച്ചില്ല. വേറെ ഭക്ഷണം കിട്ടൂല. സാനാസിന്റെ അപ്പൊ എന്ന് പോന്നാലും തന്നെയാണ്. ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഞാൻ ഓരോ ഹോട്ടലും ഈ ഹോട്ടലിൽ ഊട്ടിന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി തെരഞ്ഞിട്ട് പിന്നെ നമുക്ക് എവിടെ ഭക്ഷണം കിട്ടിയാൽ നേരം പോരുന്നു. സീനത്ത് സീനത്ത് ആ കുഴപ്പമില്ലാത്ത ഹോട്ടൽ ഇതൊരു സൈഡിൽ മാറി. അല്ല കുഴപ്പമില്ലാത്ത ഹോട്ടൽ വിശക്കുമ്പോഴല്ല തിന്നേണ്ടത്. അല്ല പിന്നെ സൗകര്യത്തിനാണ് ഈ വിശ്വാസമില്ല. അന്ന ഞാൻ 3 ഹോട്ടലിൽ നിർത്തി. അപ്പൊ അതൊന്നും വേണ്ട വേണ്ട ഹോസ്പിറ്റലിൽ അല്ലാതെ അന്നൊക്കെ ഇത് കൊടുത്ത പിന്നെ ആവശ്യത്തിന് കിട്ടിയില്ല. പിന്നെ ഗായ്സ് ഇവിടെ ഹോട്ടൽ കിട്ടായിട്ട് ഇപ്പൊ വൈലന്റ് ആവുകയാണ്. ആപ്പെ ഇപ്പൊ പിടിച്ച് ആട്ടുന്നൊക്കെയാണ് പറയുന്നത്. മുണ്ടൂര് ജനപ്പാണ്. ഇവിടെ ഒരു വീട്ടിലും ഹോട്ടലിനെ നിർത്തുവെച്ചെങ്കിൽ ആദ്യം തന്നെ ആ തീരുമാനം റദ്ദാക്കിയാണ്. കാരണം അതുകൊണ്ട് കാര്യമല്ല. അജ്ജ അങ്ങനെ അത്ര വെറും ലക്ഷറി ഹോട്ടലാ നോക്കണത്. സാധാ ഹോട്ടലാണ്. തട്ടുകട അടിപൊളി. അങ്ങനത്തെ തട്ടുകട വേണ്ട, തട്ടുകട വേണ്ട കേട്ടോ. ആ എണ്ണകളൊക്കെ എന്നത്തെയാണ് എന്താന്ന് അറിയില്ല. അത് വേണ്ട. ഇതൊരു മീഡിയം ഹോട്ടലില് അത് പിന്നെ തട്ടുകടയിൽ നിർത്താം. ആദ്യം തന്നെ അതിന് മെനക്കെടുന്ന ഈ കരിച്ചോ പൊരിച്ചോ തിന്നാ അതിന് മെനക്കെടണ്ട. ആദ്യം തന്നെ മീഡിയത്തിൽ നിർത്താം. ഹോട്ടല് ഞാൻ എപ്പ വഹിച്ചില്ല അറിയില്ലേ. ഞാനൊന്നും പറഞ്ഞില്ലേ, എല്ലാ കുറ്റം എനിക്ക്. ഇവിടെ കസാരമൊക്കെ അതേമാതിരി ഓരോ കുടവും വെള്ളമൊക്കെ മുറ്റിട്ട് പുറത്തേക്കും വളർത്തും എന്തേലൊക്കെ കൊണ്ടുപോയി മണ്ണാണ് പൊറോട്ട എന്തെങ്കിലും പാർസൽ വെച്ചിട്ടുണ്ടോ? ഇങ്ങനെയുണ്ട് വെയിറ്റ് ചെയ്തങ്ങാണ്ട് തിന്നതിന് മുതലായില്ലേ? ഞാൻ കുറ്റം പറഞ്ഞതിന് മുതലായില്ലേ? മറ്റില് അത്രയും ഉണ്ടാവില്ല. ഇതുപോലത്തെ ഒരെണ്ണം നിങ്ങളെ വീട്ടിലും ഉണ്ടോ? മറ്റേ ആരൊക്കെ വാൾപ്പാറയ്ക്ക് പോയിക്കണ്? ആ പോയിക്കണോ? ഞാൻ പോയിക്കണേ. ഇപ്പൊ ഓൻ പോയിട്ടില്ല. വെറുതെ പറയാൻ ഞാൻ പോയിട്ടില്ല. ഇമ്മമ്മേ പോയിക്കണോ? പോയിട്ടില്ല. ഞങ്ങളേക്ക് ഞാനും മച്ചി മാത്രം പോയിട്ട്. പോയോന്ന് ചോദിച്ചാൽ പോയി ഇല്ലാന്ന് പറയാൻ പറ്റൂല, പോയിക്കണമെന്നും പറയാൻ ഇല്ല. എച്ച് പോയിട്ടില്ല. പക്ഷെ അതില് വേറുണ്ട്. അല്ല ഇതിനെ വാൾപ്പാറയ്ക്ക് ഞാൻ പോയിട്ടില്ല എന്ന് ചോദിച്ചാൽ അങ്ങനെ ഇല്ലാന്ന് പറയാൻ പറ്റൂല. അത് ശാസ്ത്രീയമായി പറയുകയാണെങ്കിൽ ഞാൻ പോയിട്ടില്ല. ബാബു പോയിട്ടില്ല. അപ്പൊ ആകെ പോയിരിക്കുന്ന ഞാനും ഇമ്മച്ചിയും ആപ്പി. അപ്പൊ ആദ്യമായി പോണോ ഓനെ എന്താ
എവിടേക്ക് പോയി നമ്മളെവിടേക്ക് പോണിച്ചോട്ടെ ഇപ്പൊ പെട്ടു ഉപ്പ എന്താ ഫുൾ ടാങ്ക് ആയോ? എത്ര കടിച്ച്? 2700 റുപ്യ ഫുൾ ടാങ്ക് ആയാണ്. അപ്പൊ ഇതിൽ എണ്ണ ഉണ്ടായിരുന്നു. വാൾപ്പാറ പൊള്ളാച്ചി വഴി വാൾപ്പാറക്ക് പോയി പൊള്ളാച്ചിയൊക്കെ കഴിഞ്ഞു. ഇപ്പൊ അവിടെ ആരും അറിയാത്തതുണ്ടാവില്ല നാട്ടില്. നാട്ടിലല്ല യൂസ് ബാജി അവിടേക്ക് പോയി. യൂസ് ബാജി കുടുംബം വാൾപ്പാറയിലേക്ക് മുസ്ലിം ലീഗിന്റെ കരുത്തനായ സെക്രട്ടറി ഈ ഇലക്ഷൻ സമയത്ത് യൂസുഫ് ബാജി എവിടേക്ക് ടൂർ പോയി. അതെ ഈ പാർട്ടിയില് പണ്ട് പോയി. ഏതാ വാൾപ്പാറിന ഹോട്ടൽ ബാബുട്ടിയാണ്. ഏതാ ഇവര് ഡ്രസ് എടുക്കാൻ പോയിക്കാണ്. വൺ ഡേ ടൂർ വന്ന ആൾക്കാരാണ്. മാക്സിമം സാധനങ്ങളൊക്കെ എടുക്കാം. എന്നിട്ടും ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ കടയിൽ നിന്നൊക്കെ സാധനങ്ങൾ മേടിച്ചിന്. വന്നിട്ട് ചോദിച്ചു നോക്കണം എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്. ഇപ്പൊ എന്തോ ചോദിച്ചിട്ടുണ്ടോ ഇപ്പേ ഉടുതുണിക്ക് മറുതുണി ഇല്ലാതെ വന്നിക്കണ എല്ലാരും. നമ്മളെന്താട്ടെ നമുക്ക് ബാബു അതാ എടാ ഇവിടുത്തെ മെയിൻ കടകൾ ഇങ്ങനെ തന്നെ അറിയാം. എങ്ങനെയുണ്ടായി അനുഭവം? എങ്ങനെയുണ്ടായി നമ്മ പർച്ചേസ് ചെയ്യാൻ പോയില്ലേ? 6 റുപ്യ കളഞ്ഞു, അത്രേ ഉള്ളൂ ഞാൻ പറയാനുള്ളത്. എത്ര ഡ്രസ്സില്ല ഞങ്ങൾ എത്ര ഡ്രസ് ഉണ്ടായിരുന്നു. ഞങ്ങൾ ഈ പീടിന്നാണ് ഇപ്പൊ ഡ്രസ് ഇറങ്ങുമ്പോ നമുക്ക് ഈ ഐഡിയ ഉണ്ടായിരുന്നില്ല. 2 മാക്സി പുറത്തുനിന്ന് എടുത്താൽ മതി. അവിടുന്ന് ഒന്നും കാട്ടാൻ പറ്റൂല. ചൂടോണ്ട് വണ്ടി ഫുള്ള് കത്തിയിട്ടില്ല കേട്ടോ. വാൾപ്പാറ 42 കിലോമീറ്റർ. ഇതാണ് വാൾപ്പാറ. എന്താ വ്യൂ! അതിന്റെ മേലെ കാറ്റുകള് വീഴുണ്ട്. അപ്പൊ വണ്ടി ഇവിടെ നിർത്തിട്ടു. എത്രക്കും 260 റുപ്പീസായി. 260. വേറെ വല്ല വണ്ടിയും വന്നു. ഇപ്പോഴാണ് ആ കൂടുന്ന് പോയിക്കണ്ടോ പൈസ? മലയല്ലേ മലയും പാളോ മൂല്യമാരടക്കം പറയുന്നുണ്ട്. സഞ്ചരിക്കൂ ചിന്തിക്കൂ സഞ്ചരിച്ചാ പോരാ. ആ കാണണ്ടല്ല അതിനെങ്ങനെ കേറി 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 പോകണം. വണ്ടി പോട്ടെ അതിരപ്പള്ളിയിലെ വെള്ളച്ചാട്ടം ഇങ്ങനെ ഒഴുകുമ്പോ ബാൽക്കണിയിൽ നിന്ന് നോക്കി കഴിഞ്ഞാല്
ആതിരപ്പള്ളി വെള്ളച്ചാട്ടം ആ റൂമിക്ക് വിളിക്കാം. അപ്പൊ ഞങ്ങളിപ്പോ എന്താ പറയാ ഇതുവരെയുള്ള പ്ലാന് വാൾപ്പാറയ്ക്ക് എത്താൻ വേണ്ടി കണ്ടാണ് ഉണ്ടായിരുന്നത് റൂം. ഇപ്പൊ ഞങ്ങൾ വാൾപ്പാറയിൽ നിന്ന് പോയി ആതിരപ്പള്ളി റൂം എടുക്കാൻ എന്നാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതും സ്റ്റേ. പക്ഷെ അതുകൊണ്ട് ആരും ഇവിടെ ഡ്രസ്സും ഒന്നും കൊടുത്തിട്ടില്ല. അപ്പൊ നിങ്ങൾ നേരത്തെ കണ്ടില്ലേ, ഞങ്ങൾ എല്ലാവരും പീടിന്ന് ഡ്രസ്സ് മേടിച്ചു. ഇനിയും ഞങ്ങൾ ഇപ്പോൾ വാൾപ്പാറ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഞങ്ങൾ ആതിരപ്പള്ളിക്കാനല്ലേ പോണത്? അതെ, ആ അടിപൊളി ആ ഫോറസ്റ്റ് റൂട്ടില്ല ഇച്ചറിയാം. ഞങ്ങൾ പോയിക്കണ്, ഞാൻ പോയിക്കണ്. എന്നോട് ആരൊന്നും ചോദിക്കാത്തോണ്ട് ഞാൻ തന്നെ പോയി. ഇതിൽ വരുമ്പോ നല്ല രസകരം. രാത്രി സഞ്ചാരം എന്ന് പറയാം, മൃഗങ്ങളൊക്കെ കാണാം. അതാണ് ഞാൻ ആതിരപ്പള്ളിക്ക് പോയി. ആനക്കൊക്കെ കയ്യിൽ കൊടുത്ത് അങ്ങനെ പോവാം. ഭയങ്കര ഡേഞ്ചർ സ്ഥലമാണ്. ഞാൻ 12-ാം തീയതി പോകുള്ളൂ. ആർക്ക് കൈ കൊടുക്കണം? 12-ാം തീയതി പോവാന്നും പറയുമല്ലോ. ബാബുക്കുട്ടൻ ഇതിനകത്ത് ഇടയ്ക്ക് വരെ വിറ്റണം. അന്ന കൂട്ടിനെ കൊടുക്കുമ്പോ നമുക്ക് എന്ത് തോന്നുന്ന പാറ ഉണ്ടോ? ഈ പാറയാണ്, ഈ പാറമ്മ കൂടി നമ്മൾ കേറി പോവാ. എല്ലാരും ഒപ്പം പോണ്ടി വരും. അല്ല ഈ പാറ കുളുങ്ങല്ലാതെ പിന്നെ എന്താ അപ്പൊ ഇതൊന്നും ഇവിടെ ഇരുതേട്ടോ, ഞാൻ എന്തൊക്കെയാ പറയുന്നത്. ഇപ്പൊ എങ്ങനെയുണ്ട് വാൾപ്പാറ? വാളിന്റെ പാറ ഉസാറിക്കും. ആടിനെ കണ്ടു. അതിന് പിന്നെ നിപ്പ അവിടെ നിന്നിരുന്ന് നിപ്പാനെ കാണാൻ പോയപ്പോഴാ ചോര. നിങ്ങൾ അധികവും കണ്ടിക്ക ഈ ഒരു വീഡിയോ ആയിരിക്കും. ഇവർ രണ്ടാളും വണ്ടി ഓട്ടുക. ഇപ്പൊ നമ്മള് 46 പിന്നായിട്ടുള്ളൂ. ഇനിയുണ്ട് നമുക്ക് 34 അങ്ങനെ ചിഞ്ചുവിന് ആദ്യമായിട്ട് കണക്ക് തട്ടത പറഞ്ഞു. ഷൊട്ട് നോക്കൂ, എണീറ്റിരിക്കുന്നു. ഷൊട്ട് എന്താണ് പറയാനുള്ളത്? ഷൊട്ടു എന്താണ് പറയാനുള്ളത്? പറയൂ. മൈക്ക് കയ്യിലുണ്ട്. അതാ പറയേ ഷൊട്ട്, പറയേ. ഷൊട്ട് ഉറക്കപ്പിച്ചിലാണ്, അതുകൊണ്ടൊന്നും പറയാനില്ല. മൈക്ക് തരൂ. ഉച്ചപ്പ് കിട്ടുമെന്നൊക്കെ ഞാൻ ചോദിച്ചത് വാൾപ്പാറ. ഫോറസ്റ്റിന് ഇതുണ്ട്, ഏത് പിന്നെ അത് കിട്ടാണ് സുഖമാണ്. അത്ര വലിയ ചാർജുലോ നല്ല ഫുഡ്. അത് ഓൺലൈനിലാണ്. അതവിടെ വലുത് രണ്ട് പോത്ത് കുട്ടികള്. അന്ന രണ്ട് പോത്ത് കുട്ടികള്. അത് വലിയ പോത്തും കുട്ടി. ഗ്ലാസ് കാട്ടിട്ട് അതാ മുന്നിലൊക്കെ ഇഷ്ടം പോലെ ഗ്ലാസ് ഗായ്സ്, പന്നികൾ. നീ വാച്ചെടുത്തോ? കന്നുകള് നേടമാരി വാട്ടർഫോളോ, കുഞ്ഞു വാട്ടർഫോൾ. ആരെങ്കിലും കണ്ടമ്മ? അതാണ് വാട്ടർഫോൾ. ചുരം കഴിഞ്ഞിട്ടുണ്ട്. വീഡിയോ എടുത്തല്ലോ, സൂപ്പർമാൻ. ഞാൻ ഒരു വാട്ടർഫോൾ പിന്നെ നടുവിലാണ് ഇട്ടിട്ട്. ബ്രിട്ടീഷുകാരെ ഹോസ്പിറ്റലാത്രേ. ബ്രിട്ടീഷുകാരെ പഴയ കാലത്തെ ഹോസ്പിറ്റലാണെന്നാണ് ഇവര് പറയുന്നത്. എന്താ വെച്ചാ അതിനെ പറ്റി പറയൂ, പറഞ്ഞോടുക്കി സ്ഥലം. അത് 1866 കാലഘട്ടങ്ങളിൽ ജോൺ എബ്രഹാം എന്ന ആൾ ഭരിക്കുന്ന കാലഘട്ടങ്ങളിൽ ഇവിടെ ഉണ്ടായിരുന്നതാണ്. അത് ഈലേത് എസ്റ്റേറ്റ് ഒക്കെ അന്നുണ്ടാക്കിയത്. ഏകദേശം 200 വർഷത്തിന് മുമ്പായി.
ഏറ്റവും അധികം പറഞ്ഞു ഷൊട്ടു ഷൊട്ടു രക്ഷയില്ലല്ലേ നല്ല തണുപ്പില്ലേ ഫോൺ എടുക്ക ഭയങ്കരമായ ഫോട്ടോസ് കടന്റെ ഉള്ളിൽ കടന്റെ ഉള്ളിലേക്കാണ് കയറ്റിക്കാൻ വേണ്ടി. ആ ഇവിടെ ലോറി ഉണ്ട്. ഇനി ഞങ്ങൾ ആതിരപ്പള്ളിയിലേക്ക് അല്ലേ? ഇവിടെ റൂമുണ്ട്. ഇവിടുത്തെ റൂമുകൾ കുറഞ്ഞ പൈസ ഒരു കൂടലൂന് വരെ ഇടണില്ലേ? റോഡ് ക്ലിയർ ആണ്, ബ്ലോക്കും ഇല്ല. 10 കിലോമീറ്റർ ഓടിയാലേ. അങ്ങനെ ഞങ്ങൾ മലക്കപ്പാറ ആതിരപ്പള്ളി റൂട്ടിന് കയറി. ഇതാണ് ഷോളയാർ ഡാം. പക്ഷെ ഇന്ന് കടകളൊക്കെ ഒഴിവായിരുന്നു. കാരണം വർക്കിംഗ് ഡേയ്സ് ആയതുകൊണ്ടായിരുന്നു തോന്നുന്നു, തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അതേപോലെ തന്നെ പാർക്കെല്ലാം ക്ലോസ്ഡ് ആയിരുന്നു. അതായത് അകത്തേക്ക് ആരും പ്രവേശനം ഉണ്ടായിരുന്നില്ല, ഒക്കെ ലോക്ക്ഡ് ആയിരുന്നു. ഷോളയാർ ഡാം പാർക്ക് ഉണ്ടായിരുന്നു, പക്ഷെ കയറാൻ പറ്റിയില്ല. ഇതാണ് തമിഴ്നാട് കേരള ബോർഡർ വരുന്ന മലക്കപ്പാറ. അങ്ങനെ അവിടുന്ന് 50 കിലോമീറ്ററാണ് ആതിരപ്പള്ളിയിലേക്കുള്ളത്. അങ്ങനെ ചെക്ക് പോസ്റ്റ് മുറിച്ച് കടന്ന് ഇവിടെയാണ് നമ്മൾ പാസ് എടുക്കേണ്ടത്. 2 മണിക്കൂറിനാണ് പാസ് കിട്ടുക. നമ്മൾ 2 മണിക്കൂറിനകം നമ്മൾ ആതിരപ്പള്ളി ഫോറസ്റ്റ് സ്റ്റേഷൻ ക്രോസ് ചെയ്യണം. പോകുന്നിടയിൽ KSRTC വന്നു കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് വണ്ടി അവിടെ ഒന്ന് പാർക്ക് ചെയ്ത് അത് പോകണം വെയിറ്റ് ചെയ്തു. പോകുന്നിട പിന്നെ നല്ലൊരു വ്യൂ പോയിന്റ് കണ്ടപ്പോൾ അവിടെ ജസ്റ്റ് വണ്ടി ഒന്ന് നിർത്തി എല്ലാവരും ഒന്ന് റിലാക്സ് ചെയ്തിട്ട് മെല്ലെ പിന്നെ വണ്ടി എടുത്ത് പോകുമായിരുന്നു. സാധാ പോത്ത കാട്ടിയാണ്. കാട്ടികളാണത്. കാട്ടിയാണത് അല്ലെങ്കിൽ മുറേക്കാരോ എന്തോ സീസ്. പോലീസും പിടിച്ചു. നിനക്ക് വേറെ ആന ഉണ്ടാവോ? പോവല്ലേ? അങ്ങോട്ട് പോകണം. ഇവിടെ ആന ആക്രമിക്കണ ആന ഉണ്ട്. ഇത് കുട്ടിയാണ്. അത് പിന്നെ ഇങ്ങോട്ടേ തിരിഞ്ഞു പോയി. ഇനി മുന്നിൽ കണ്ടല്ലേ ആനനെ കണ്ടിട്ടില്ല പറഞ്ഞൊക്കെയാ. അങ്ങോട്ടും ഇങ്ങോട്ടും നിക്കണതേ ആന ഇവിടെ പരാക്രമം. അത് പറഞ്ഞിട്ട് കാര്യല്ല. മുന്നിൽ എടുക്കട്ടെ. അവിടെയല്ലേ ഇവിടെ ഉണ്ടോ?
പോയില്ലാതാ മുന്നേ അതാ ഒരു വണ്ടി വരുന്നുണ്ട് കേട്ടോ ഒരാൾ വന്നോട്ടെ അറിയില്ല. ഇതൊക്കെ കുറഞ്ഞ കിലോമീറ്റർ. അപ്പോൾ ഗൈസ് നമ്മൾ റൂം എടുത്തു. ഗവൺമെൻറ്റിൻ്റെ ഒരു പരിപാടിയാണ് ഫാം ഹൗസ് എന്ന് പറഞ്ഞിട്ട്. അടിപൊളി വ്യൂവും ആംബിയൻസൊക്കെയാണ്. നല്ല അടിപൊളി കോട്ടേജ്. നല്ല അടിപൊളി വ്യൂവും ആംബിയൻസും. നേരെ നമ്മൾ താമസിക്കുന്ന പ്രോപ്പർട്ടീൻ്റെ ബാക്കിൽ റിവറാണ് വരുന്നത്. നല്ലൊരു വിൻറ്റേജ് ലുക്ക്. നൈസ് പരിപാടി. നല്ല പുഴയുടെ ശബ്ദം കേൾക്കുന്നുണ്ട്. കാരണം ഈ സൈഡിൽ അതായത് പുഴയാണ് വരുന്നത്. ഫുള്ള് ഫെൻസിങ് ചെയ്തിരിക്കുക. അതിൻ്റെ അടിപൊളി ആംബിയൻസിൽ തന്നെ ഞാനുണ്ട്. നേരമ്പളത്തിട്ട് എന്താ വ്യൂ നോക്കിയിട്ട് പറയാം. അവിടെ പോയാണ്. പിന്നെന്താ ഓലെ എന്തോ ഉണ്ട് എന്താ പണി അവിടെ പോയി കുളിക്കാറുണ്ട്. രാവിലെ ഇപ്പൊ അതിനെന്ത് എന്ത് പറഞ്ഞാലും ഇപ്പൊ ഡ്രസ്സില്ല ഒന്നുമില്ല. വെറുതെ ഇറങ്ങിപ്പോയില്ല. ഒരു തുണി ലഗേജ് പോലും ഇല്ല. ഒന്നുമില്ല അടുത്ത കാര്യം. അതോടെ ഒന്നും ഇവിടെ ഇട്ട് പോകുന്നില്ല. ഒരു പേടിയില്ല. ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് ജസ്റ്റ് റെസ്റ്റ് ചെയ്യുക. ഹോട്ടൽ വൃന്ദാവനിലാണ് ഭക്ഷണം കഴിച്ച്. നല്ല അടിപൊളി ഭക്ഷണമാണ്. സ്വാഗതം. അപ്പോൾ അതാണ് ഞങ്ങൾ ഇന്നലെ എടുത്ത കോട്ടേജ്. ഇന്നലെ ഇവിടെ എത്തിയപ്പോൾ തന്നെ ലേറ്റായി. ഇത് ഗവൺമെൻറ്റിൻ്റെ കീഴിൽ പെട്ടതെന്നാണ് പറഞ്ഞത്. പക്ഷേ നല്ല അടിപൊളി ആംബിയൻസാണ്. അതായത് നമ്മളെ കോട്ടേജിൻ്റെ ഫ്രണ്ടിൽ തന്നെ വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മളെ റൂം വ്യൂ. സംഭവം വ്യൂ അടിപൊളിയായില്ല ബാൽക്കണി എന്നുള്ള. അപ്പോൾ ഇതാണ് നമ്മളെ റൂം വ്യൂ. ഈ കോട്ടേജ് നേരെ നോക്കിക്കഴിഞ്ഞാൽ ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തെ ഏതാണ്ടാ എന്നാ. പക്ഷെ നമ്മൾ നേരത്തെ എത്തണ്ടിരുന്നു അല്ലേ. പിന്നെ കുഴപ്പമില്ല, നമ്മൾ രാവിലെ ഇവിടെ ഉണ്ടല്ലോ. അതാ ക്യാമ്പ് ഫയർ ഒക്കെ ഉണ്ടായിരുന്നു ഇവിടെ. മിസ്ഡ് ഇറ്റ്. ഇവിടെ കുളിക്കടവുണ്ട് എന്നൊക്കെ പറഞ്ഞു അല്ലേ ഷൊട്ടേ? ഷൊട്ടേ ഷൊട്ടേ വ്യൂ ആണ്. ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൻ്റെ വ്യൂ ആണ്. അതാണ് നമ്മളെ കോട്ടേജസ് വരുന്നത്. അത്യാവശ്യം നല്ല എന്തുണ്ട് വ്യൂ ഉണ്ട്. കുളിക്കടവുണ്ട്. അത് അന്വേഷിച്ച് നടക്കണേ. അന്നെ അതിൽ കറണ്ട് ഉണ്ട് കേട്ടോ. ടക്ക ടക്ക ഇതിനുള്ളിൽ കൂടിയാ പോണത്. മോന്റെ ശബ്ദല്ലേ ആ ഈ പച്ചലകളേ ആ ഫെൻസിങ് ഉണ്ടോ അതിമ തട്ടുമ്പോ സൗണ്ട് വരുന്ന. കുളിക്കട അവിടെ തന്നെ അറിയില്ല. ലാസ്റ്റ് ആന വന്ന് കൊണ്ടുപോകും. പക്ഷേ അവിടെ കുളം ഉണ്ടോണ്ടു അല്ലേ. എനിക്ക് തോന്നുന്നു ഇവിടെ ഈ റിസോർട്ടിന്റെ ഭാഗം തന്നെ ഉണ്ട്. പക്ഷെ നോക്കായിട്ട് ഒഴിവാക്കിയത്. ആണ്ടോക്ക സ്വിമ്മിങ് പൂളൊക്കെ തന്നെ. സ്വിമ്മിങ് പൂളൊന്നും ആണ്, കുളാണ്. യെസ് ഗായ്സ്, ഇവിടെ എത്താനായി തോന്നുന്നു. ആനകളില്ല എന്ന് തോന്നുന്നു. ഫുള്ള് ഫാൻസിങ് ഉണ്ട്. ആനകൾ വരും. അപ്പുറത്ത് കാടല്ലേ അത്.
നല്ല അടിപൊളി. നല്ല തണുപ്പുണ്ട്, പെരും തണുപ്പ്. അതിന് സമയം എത്ര നോക്കാം? 7 മണി ആവണുള്ളൂ. അതോ ഹായ് ഹായ് റോക്കറ്റ് പോകുന്നു അവിടെ. അതാ ആണ് റോക്കറ്റ്. ഓരല്ല ആനയും വരുന്നതിന് മുമ്പ് പോവാ. എന്താപ്പാ വല്ല ആനൊക്കെ വരുന്നതിന് മുമ്പ് പോവാ. സത്യത്തില് ഈ കാട്ടിൽ ഇവിടെയൊക്കെ ആന ഉണ്ടാവും ട്ടോ. പിന്നെ പക്ഷേ ഇവിടെ അതിലൊക്കെ കൂടി ഫെൻസിങ് വെച്ചിക്കണ്, ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്ക. പക്ഷെ എന്താണ് ആന വരുന്നത് തന്നെ പെട്ടെന്ന് അറിയാൻ കഴിയൂലേ. വലിയ വരും ഒച്ച ഉണ്ടാക്കാതെ. നിക്ക് അതാകണ് ഇപ്പപ്പ, അതാകണ് ഏച്ചിപ്പ, ഇമ്മച്ചി, ഇമ്മമ്മയൊക്കെ അവിടെ ഉണ്ട്. അതാണ് ഞങ്ങളുടെ റൂം. അല്ല ഏത് അണ്ണന് അങ്ങ് നടന്നു പോകുന്നു? ഏതോ ഒരു അണ്ണനെ. ഈ അണ്ണ എവിടേക്ക്? ഇന്നലെ 150 റുപ്യക്ക് മേടിച്ച തുണിയാണ്. ഇന്നലെ 150 റുപ്യക്ക് മേടിച്ച തുണിയാണിത്. തുണി ഇല്ലാത്ത മനുഷ്യൻ. പ്രശ്നല്ലേ, പല തുണി വെള്ളയും വെള്ളി ആയതുകൊണ്ട് മാറ്റിട്ടില്ലെങ്കിലും അറിയില്ല. അതാ അവിടെ ഉമ്മമ്മയുണ്ട്, ഉമ്മച്ചിയുണ്ട്, ഏച്ചിപ്പയുണ്ട്. ഒടുതുണില്ല മറുതണില്ല നടക്കാണ്, തോർത്ത് കൊണ്ടുവന്നാണ്. അതാണ് റിസപ്ഷൻ. ചോണ്ടാ അവിടെ ഇങ്ങനെ ഫുഡ് കഴിച്ചാൽ തരുമല്ലോ. അതിന്റെ മുകളിലല്ലേ അതന്നെ. നല്ല വ്യൂ കണ്ട് ഫുഡ് കഴിക്കാം. ഇതാണ് എൻട്രൻസ് വരുന്നത്. ഇത് റിസപ്ഷന്. ഷട്ടാപ്പി ഷട്ടാപ്പി ഷട്ടുകുലിക്കുൻ ഷട്ടാപ്പി. അത് ഇടുവാ ആള് പോറ്റാല നേരണ്ടല്ലോ ചായ. ചുട്ടു റെസ്റ്റോറൻറ്റ് കാണാനാ. ഇതാണ് റെസ്റ്റോറൻറ്റ് വരുന്നത്. നല്ല അടിപൊളി വ്യൂ കണ്ട് ചായ കുടിക്കാം. അവിടെയാണ് ആതിരപ്പള്ളി വരുന്നത്. ഇതിപ്പോൾ ഒരു ആതിരപ്പള്ളിയിൽ നിന്നൊരു 500 മീറ്റർ, ഒരു 1 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഈ പ്രോപ്പർട്ടി വരുന്നത്. അടിയാൽ കിട്ടും. എന്താ കാട്ടണോ? ഇപ്പം അതിനെ മാറ്റിക്കാണ്ടോ വരുന്നത്. അതാ വേസ്റ്റൊക്കെ ഞാൻ പോവാ. വിളി ഗൈസ്, ഞങ്ങൾ ചെക്കൗട്ട് ചെയ്തു. ബില്ല് ക്ലോസ് ചെയ്യാൻ പോവാ.
ഇനി വരണ്ട. അപ്പാക്ക് പണി ഉണ്ടായോണ്ട് മാത്രമേ. എന്താ വ്യൂ അല്ലേ? ഫോട്ടോ എടുക്കണ്ടേ? നമ്മുടെ വണ്ടി രാത്രി ആ കാർ പോർച്ചിൽ നിർത്തിയാണ്, എടുത്തിട്ട് വരാം. ഞങ്ങൾക്ക് പിന്നെ ഫോർച്യൂണർ ഉണ്ടായതുകൊണ്ട് ഫോർച്യൂണറിന് വേണ്ടി ഒരു നാടകം ചെയ്യേണ്ട ആവശ്യമില്ല. ഏനാ ആ സ്മെല്ലടിക്കും. ഇതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം അല്ലേ? വല്ല പഞ്ചറോ കാര്യങ്ങളോ ഉണ്ടോ എന്തെങ്കിലുമൊക്കെ നോക്കട്ടെ. അപ്പത്തിനാടാ ഡ്രൈവിങ് തുടങ്ങി. ഏയ് എവിടെ ആരടാ ലൈസൻസ് ഉണ്ടോ നിനക്ക്? ചേട്ടാ ചേട്ടാ അത് കാണാൻ പോകണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ടിക്കറ്റ് എടുക്കണം. സാധനങ്ങളൊക്കെ വേഗം എടുത്തോ. ടിക്കറ്റ് എടുത്തില്ലേ? ഇപ്പൊ ടിക്കറ്റ് എടുത്തോ? അടി ഗായ്സ്, അടി അന്നി ബാബു അടി, പേരടി. വണ്ടി ഇവിടെ പാർക്ക് ചെയ്ത് അവിടെ നടക്കണം. അവിടെ എൻട്രൻസ്. വീട്ടുകാരൊക്കെ അവിടെ ഇറങ്ങിയോണ്ടേ വേഗം ഓടി പോട്ടെ. ഒരാൾക്ക് 60 രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത്. ഇതാണല്ലേ എൻട്രൻസ്. ഷട്ടെ അയ്യോ അന്ന ഞാൻ ഈ ടിക്കറ്റ് പറഞ്ഞു. നമ്മൾ ആതിരപ്പള്ളി വെള്ളച്ചാട്ടം. യെസ്. സമയം 8:45. 8:40. 8:45. ആ അപ്പൊ ഞാൻ എന്തേലും കാരണം ഇന്നലെ ഞാനേ അത്ര റിസ്ക് എടുത്തിട്ട് എന്തിനാ പറഞ്ഞറിയോ ഇവിടെ നിക്കാന്ന്. മറ്റേ ഞാൻ പോയിനാണ് ആ സാനമാസിനെ ഷെറുഖാന്റെ വീഡിയോ ഉണ്ടല്ലോ. പക്ഷെ എന്താണ് ഫോട്ടോ എടുക്കാൻ കഴിയില്ല, വേറെ ഡ്രസ് ഇല്ലല്ലോ. അതാ അതാണ് വെള്ളച്ചാട്ടം. എത്തി വെള്ളച്ചാട്ടത്തിലെത്തി. നമ്മളാ ഭാഗത്ത് നമ്മള് ന്യൂസ് ചാനലിൽ ഇതിലൊക്കെ കാണുന്ന വീടാണ്. മോൾ ഭാഗമാണ്. നമ്മൾ ഇനി താഴത്തേക്ക് പോവാൻ നിൽക്കണം. ഇനി പോവാ പോലെ താഴെ പോവല്ലേ? എല്ലാരും പോരല്ലേ താഴത്തേക്ക്? പാമ്പി മാറ്റിയ മോൾ ഭാഗം കാണാൻ അതിന്റെ രസമുണ്ട്. താഴെ പോകുമ്പോഴല്ലേ ബാബു ബാബു തിരിഞ്ഞു നോക്കണോ? അത് തിരിച്ചു വരുമ്പോഴും കാണേ. ഞങ്ങൾ ഇപ്പോൾ വെള്ളച്ചാട്ടത്തിന്റെ അടി വെള്ളച്ചാട്ടം ഇവിടുന്ന് നോക്കിയാൽ തന്നെ നമുക്ക് കാണാം. അതാണ്. അപ്പൊ അതിന്റെ അടിയിലേക്ക് പോവുകയാണ്. കുറെ നടക്കാനുണ്ട്. ഇവലാരും ഇതുവരെ കാണാത്തോണ്ട് ഓൽക്ക് എല്ലാ ആവേശത്തിൽ ആദ്യം ഇറങ്ങിപ്പോണുണ്ട്. ഈ ആവേശം അവിടെ എത്തണം. നമുക്ക് ആ അടി അവിടേക്ക് എത്തണം. എന്താ ആവേശം കുറവാണ്? ആ അടിക്ക് എത്തണം. ഈ ആവേശം കുറയുന്നത് ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ എല്ലാരെയും മുഖം ഒന്ന് പകർത്തി. ഇപ്പൊ എല്ലാവരെയും മുഖം ഒന്ന് നോക്കിക്കോളൂ. HP ഒക്കെ മുന്നിൽ ഓടുന്നുണ്ട്. അത് ഇറക്കായതുകൊണ്ടാണ്. കയറ്റം വരുമ്പോഴാണ്, ഇങ്ങോട്ട് വരുമ്പോഴാക്കര തന്നെ കോമഡി. അങ്ങനെ അടിക്ക് എത്തണം, ഏറ്റവും അടിക്ക്. ഞമ്മള് മാത്രമുള്ള തന്നെ താഴത്തേക്ക്. അപ്പൊ എല്ലാരും ആ വെള്ളത്താഴത്തിന്റെ അടുത്തേക്ക് പോവേ. പക്ഷെ പാറമ്മന്ന് പൂണ ചെറിയ കുത്തി പോകും. എച്ചിപ്പാക്ക് മുട്ട് ഏതായാലും ഇളകി എന്നൊക്കെയാണ് പറയണത്.
ഇവിടെ ഇരിക്കുകയൊക്കെ ചെയ്യാണ്ടോ, കൊയങ്ങി വന്നിട്ട് ഇരിക്കാല്ലോ ഇതൊക്കെ. ഒരാൾക്ക് ഒന്നും അറിയണ്ട തന്നെ ആർക്ക് ചൊട്ടിനല്ലേ. ഇങ്ങോട്ട് കയറില്ല അങ്ങനെ റിസ്ക്. അതാ അമ്മ. നമ്മളെത്തി. ഗായ്സ് ഇതാണ് വെള്ളച്ചാട്ടം. അവിടെ ആരുമില്ല, വീഡിയോ എടുക്കാൻ പോ. ആരാണോ വരുന്നത്? എച്ചിപ്പേ എച്ചിപ്പ വേഗലുണ്ട്. വെള്ളം വെള്ളം വെള്ളം. ഇത് നമ്മൾ എത്തിയിരിക്കണോ, ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കണോ. അങ്ങോട്ട് പോവല്ല എന്നാ വാ നടക്ക്. ഓ എന്നാ കണ്ണ് കിസ്ഡ് പോലെ വെള്ള പുക പോലെ. സംഭവം നയിച്ചില്ലേ. നമ്മൾ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് പോവാണ്. വെള്ളം ഇങ്ങനെ തെറിക്കുന്നൊരു ഫീല് കിട്ടണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ശീതല അടിക്കുന്നുണ്ട്. ഞങ്ങളവിടെ ഇതുപോലത്തെ വെള്ളം തെറിക്കണ ശീതല എന്ന് പറയാം. എന്താ അന്നത്തിന് ഇംഗ്ലീഷ് പറയാം ശീതലക്ക്? കിട്ടിയിട്ട് മറ്റൊരു അതെല്ലാം നടന്നു. സംഭവം വ്യൂ ഒരു രക്ഷയില്ല, നന്നായിട്ട്. നോക്ക് ഞങ്ങളവിടെ ഇരുത്തി ഫോട്ടോ എടുത്തു. ആ ഇപ്പൊ തന്നെ കാല് വഴിക്ക് ഏനെ ഉമ്മ വാങ്ങിയോ? ഫോട്ടോ എടുക്കണമെങ്കിൽ അങ്ങോട്ട് നിൽക്കി. സ്പ്രേ ഒക്കെ ഷട്ടേ ഉണ്ടായിട്ടില്ല. എന്താണോ അയ്യോ 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 അയ്യോ. തൊട്ടെ എങ്ങനെ ഉണ്ടായിരുന്നു വെള്ളച്ചാട്ടം? എങ്ങനെ ഉണ്ടായിരുന്നു പറയൂ പറയൂ. എങ്ങനെയുണ്ട് വെള്ളച്ചാട്ടം? എങ്ങനെ ഉണ്ടായിരുന്നു വെള്ളച്ചാട്ടം? എങ്ങനെ ഉണ്ടായിരുന്നു? ഏതൊരു പുതിയൊരു വീഡിയോഗ്രാഫർ വന്നിരിക്കുന്നു. വെള്ളച്ചാട്ടം എങ്ങനെ ഉണ്ടായിരുന്നു? വളരെയധികം മോശം. വളരെയധികം ഇഷ്ടായില്ല. എങ്ങനെ ഉണ്ടായിരുന്നു വെള്ളച്ചാട്ടം? എങ്ങനെ ഉണ്ടായിരുന്നു? ഉഷാറാണ്.
ഉച്ചറിയില്ല അപ്പൊ അങ്ങനെ എടുത്തി. കുറച്ചങ്ങോട്ട് നീങ്ങി. ഞങ്ങളുടെ നാട്ടിലത്തെ മെയിൻ സ്റ്റൈലിസ്റ്റാണ്. ഫോട്ടോ പോസിങ് അറിയില്ല മാത്രം. ജെൻസി കിഡാണ്. പോവല്ലെന്നാ ഇപ്പൊ പോയൊരു ഒരു മണിക്കൂർ കൊണ്ട് എത്തല്ലേ എന്നാ മേലേക്ക്. നമ്മൾ കേറാൻ തുടങ്ങി. കേറുന്നു കേറുന്നു പിടിച്ച് കേറുന്നു. കുറച്ചേക്കും അറിയാം ഈ കേറുന്ന പോലെ അവസ്ഥ. ഇപ്പൊ ഫസ്റ്റ് ഉണ്ട്. ഞാൻ വലിയ ബ്ലോഗറെ പോലെ ഉണ്ട്. മൈക്കൊക്കെ വിളിച്ചുകൊണ്ട് നോക്കാം. ഉണ്ടാണല്ലോ സ്കൂളിൻ്റെ പിക്നിക്ക് ഇങ്ങോട്ട് വന്നു. ഇതിനെ ഇപ്പോൾ ഓടിയത് എങ്ങനെയുണ്ട്? ചേച്ചി പറയണ ഉമ്മമാടെ ഇന്നൊന്നും എടുക്കോ ഉമ്മ ഇനി ഇടിക്കോ. ബാബു ക്ഷീണിച്ചു. എന്താ പറ്റി? ചൂറോ നിൽക്കാൻ ഞാൻ പറഞ്ഞില്ല പിടുത്തം കഴിഞ്ഞു. ഇതിൽ നടക്കേണ്ടി വരും. ഇങ്ങോട്ട് ഇറങ്ങിയപ്പോ തന്നെ ഞാൻ പറഞ്ഞു ഈ ഇറങ്ങണ സാറൊന്നുമില്ല, നീ കണ്ടോണ്ട് വിലക്ക പോകാൻ. ഷെയ്ക്കുനകൾ ക്ഷീണിതനായി. കുട്ടീനെ എടുക്കേ കുട്ടീനെ എടുക്കേണ്ടി രക്ഷപ്പെടുക. അന്ന് ഇരിക്കാൻ ഓടിക്കുക. കാണണം മാറിക്കല ഗൈസ്. നല്ല നെയ്പ്പില്ല പരിപാടിയാണ്. ഷെട്ടൊക്കെ കുഴങ്ങിക്കണ്. അന്ന നല്ല വെള്ളം. അന്ന എങ്ങനെ ഉണ്ടന്ന ക്ഷീണിച്ചില്ല? കഥക്ക് എവിടെ നമ്മളെ ആൾക്കാരെവിടെ? ഞാൻ അങ്ങോട്ടോ കയറ്റല്ലേ. അയ്യോ വരുന്നുണ്ട് തപ്പി പിടിച്ച്. കുഞ്ചാത്ത തളർന്നു. വെള്ളം കൊടുക്ക്. ആതിരപ്പള്ളി വാട്ടർഫാൾസ് കണ്ടു കഴിഞ്ഞ് മടങ്ങാണ്. അന്നാണെങ്കിൽ നല്ല ഫോട്ടോസ് കിട്ടിയതിൻ്റെ അത്ര ഇല്ലെങ്കിൽ സ്റ്റാറ്റസ് എല്ലാവരും ക്ഷീണിച്ചു. എന്നാ ഇവിടെ ഒന്നുമില്ല. എന്തിനൊക്കെ ചിരിച്ചു ഐറ്റാള പൂതി കാട്ടു. എൻ്റെ റീൽസില്ല 2 സ്റ്റെപ്പ് ഞാനില്ല പ്ലീസ്. മറ്റേ സൈഡിൽ കൂടി പിടിച്ച് കഴിഞ്ഞു. വെള്ളം കിട്ടിയ ബോഡിയിട്ട് സഹിക്കണ് വാങ്ങി തേച്ചോളി. എങ്ങനെയാണ് എന്നാ പാട്ട്? എന്റെ പൊന്ന് സോദര സഹിക്കണ് മുട്ട തൈലം വാങ്ങി തേച്ചോളി. വാങ്ങേണ്ടി വരും. ചതിക്ക് വിരാമമായി എന്നാ കഴിഞ്ഞു. ഇപ്പൊ എത്തിയിട്ടില്ലേ? അതാ ബാക്കിലുണ്ട്. അങ്ങനെ ഗൈസ് ആതിരപ്പള്ളി വെള്ളച്ചാട്ടം കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ ബൈ. ഷൊട്ടിന് പോകാൻ കെട്ടിയെടുക്കാൻ പോവാ. എന്തായി വെള്ളച്ചാട്ടം കാണാൻ പോകണ്ടോ? പൂച്ച
ഞാവാണോ നിങ്ങൾ ഈ പൂച്ച ഇത് 250 ഇത് 300. കാർഡ് എടുത്ത് ഇതാകെ നോക്കി അത് ഈ പൂച്ച കുട്ടിയാണ് അതൊരു ബാബു മെനു എടുത്ത് വന്നിക്കണേ. പ്ലാനിൽ ചെറിയൊരു മാറ്റം. തിരിച്ച് ആതിരപ്പള്ളിയിൽ നിന്ന് വാൾപ്പാറ വഴി തന്നെ പോയാൽ മതിയെന്ന് എല്ലാവർക്കും ഒരു സംസാരം. അപ്പോൾ പിന്നെ അങ്ങനെയാണ് നേരത്തെ വൈൻഡ് അപ്പ് ചെയ്യാമെന്ന് കരുതിയിരുന്നു. പക്ഷേ ഒഴിവാക്കി. ഒരു അടിപൊളി വെള്ളച്ചാട്ടമുണ്ട്, കുട്ടി വെള്ളച്ചാട്ടം. വാഴച്ചാൽ ഫോറസ്റ്റ് മ്യൂസിയം. ഈ വെള്ളച്ചാട്ടത്തിന്റെ പേരെന്താ? ചാർലി. ചാർലി വെള്ളച്ചാട്ടം തന്നെ എഴുതിക്കണു. അവിടുത്തെ ഒരു ഫോട്ടോ എല്ലാവരും പാടെ. ചാർലി വെള്ളച്ചാട്ടത്തിൽ അപ്പൊ ചാർലി വെള്ളച്ചാട്ടം അഭിനയിച്ചുകൊണ്ട് വന്നതെന്ന് പറയും.